നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 പോയി മറയുമ്പോൾ ഈ വർഷം ഏറ്റവും അധികം ഫുട്ബോൾ ലോകത്ത് നേട്ടമുണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളത് PSG ആണ്, പാരീസ് സെന്റ് ജർമ്മൻ. എന്തെന്ത് കളിയാക്കലുകളായിരുന്നു ആ ടീമിനെ കുറിച്ച് പലർക്കും ഉണ്ടായിരുന്നത്. അതൊക്കെ അങ്ങ് മാറ്റി എഴുതി കണ്ടം ക്ലബ്ബ്, അങ്ങനെ കണ്ടം ലീഗിൽ കളിക്കുന്നവർ കണ്ടം രാജാക്കന്മാർ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നവരുടെ വായടപ്പിച്ചുകൊണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അടക്കം മുത്തമിട്ട് വല്ലാത്തൊരു പ്രകടനം അവർ നടത്തി. അതിൻ്റെ ഒരു നേർചിത്രമാണ് ഇന്നലെ ഗ്ലോബ് സോക്കർ അവാർഡ് ദാന ചടങ്ങിൽ നമ്മൾ കണ്ടത്. എല്ലാം വാരിക്കൊണ്ടുപോകുന്ന PSG, പാരീസ് സെന്റ് ജർമ്മൻ. യെസ്, 2025 എന്ന വർഷം PSG-യുടേതാണ്. നോക്കാം നമുക്ക് എന്തൊക്കെ കിരീടങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ അവാർഡുകളാണ് ഇന്നലെ അവർ കൊണ്ടുപോയത് ഗ്ലോബ് സോക്കർ അവാർഡ് ദാന ചടങ്ങിൽ. ബെസ്റ്റ് ക്ലബ്ബ്, 2025 ബെസ്റ്റ് ക്ലബ്ബ് അവാർഡ് പാരീസ് സെന്റ് ജർമ്മൻ ആയിരുന്നു. 2025 ബെസ്റ്റ് പ്ലെയർ പാരീസ് സെന്റ് ജർമ്മന്റെ സൂപ്പർ താരം ഒസ്മാൻ ഡംബലെ. 2025 ബെസ്റ്റ് മിഡ്ഫീൽഡർ പാരീസ് സെന്റ് ജർമ്മന്റെ മധ്യനിരയിലെ സൂപ്പർ താരം വിറ്റീഞ്ഞ. 2025 എമർജിംഗ് പ്ലെയർ പാരീസ് സെന്റ് ജർമ്മന്റെ സൂപ്പർ താരം ഡിസേ ഡു. 2025 ബെസ്റ്റ് കോച്ച് പാരീസ് സെന്റ് ജർമ്മന്റെ കോച്ച് ലൂയിസ് എൻറിക്കെ. 2025 ബെസ്റ്റ് പ്രസിഡന്റ് പാരീസ് സെന്റ് ജർമ്മന്റെ പ്രസിഡന്റ് നാസർ അൽ ഖലീഫി. 2025 ബെസ്റ്റ് സ്പോർട്ടിംഗ് ഡയറക്ടർ പാരീസ് സെന്റ് ജർമ്മന്റെ ലൂയിസ് കമ്പോസ്. യെസ്, എല്ലാം ഗ്ലോബ് സോക്കർ അവാർഡ് ദാന ചടങ്ങിൽ എല്ലാം അവർ വാരിക്കൂട്ടുമ്പോൾ അത് 2025 അവരുണ്ടാക്കിയ ഓളത്തിന്റെ നേട്ടത്തിന്റെ കൃത്യമായ വ്യക്തമായ നേർചിത്രമായിരുന്നു. ഈ വർഷം അവർക്കത് തുടരാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. എന്നാലും ഒരു ഡ്രീം ഇയറാണ് അവർ കടന്നു പോന്നിരിക്കുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞിരുന്നതൊക്കെ പലരെ കൊണ്ടും അവർ തിരുത്തി എഴുതിച്ചു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.